അടുത്ത ആഫ്രിക്കൻ ലവ് ബേർഡ്സിൻ്റെ അടുത്തൊരു ബാച്ചാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 5 പേരും വന്നിട്ട് പീച്ച് വേസും ഒരു ഫിഷറുമാണ് കേട്ടോ, ഒരു ലൂട്ട്നോ ഫിഷറാണ്. അപ്പോൾ ഒരു സിംഗിൾ പീസായിട്ട് കിടന്നുകൊണ്ട് നമ്മൾ ഈ ബാച്ചിനകത്ത് ഇൻക്ലൂഡ് ചെയ്തതാണ് കേട്ടോ. ഇത് കൊണ്ടുപോകുന്നവരെന്താ വെച്ച് കഴിഞ്ഞാൽ ആ ലൂട്ട്നോ ഫിഷറിന് സെപ്പറേറ്റ് ആയിട്ട് ഒരു പെയർ വാങ്ങിയിട്ട് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം ഇവർ തമ്മിലും ക്രോസായും ബ്രീഡാവും, പക്ഷേ അതിലിറങ്ങുന്ന കുഞ്ഞുങ്ങൾ വന്നിട്ട് മ്യൂൾസ് ആയിരിക്കും. പിന്നെ നമുക്ക് അവരെ വേറെ ബ്രീഡ് ചെയ്യിക്കാൻ പറ്റത്തില്ല. ലൂട്ട്നോ ഫിഷർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫിഷർ ലവ് ബേർഡ്സിൽ അത്യാവശ്യം നല്ല പ്രൈസ് വരുന്ന ഒരു മ്യൂട്ടേഷനാണ് കേട്ടോ. അതായത് ഈ യെല്ലോ കളറിൽ ചുണ്ട് വന്നിട്ട് ചുവപ്പും കണ്ണ് വന്നിട്ട് റെഡ് ഐ ആയിരിക്കും. പിന്നെ നമുക്കിതിനകത്ത് അല്ലാണ്ടുള്ളത് സാധാ ഗ്രീൻ പീച്ച് ഒരു 3 പേരുണ്ട് കേട്ടോ. 3 അല്ല 2 പേരുണ്ട് കണ്ടോ. 2 ഗ്രീൻ പീച്ച്, ഒരു ഗ്രീൻ റെഡ് ടോപ്പ് ലൈൻ, താഴെ ഒരു ഗ്രീൻ റെഡ് ടോപ്പ് ലൈൻ. പിന്നെ ആ ഒരു മാവോ പീച്ചും വന്നിട്ടൊരു കംപ്ലൈൻ്റ് ആണ്. അത് നമുക്ക് ഇതിനകത്ത് ഫ്രീ ആയിട്ട് ആഡ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ബേർഡാണ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കാല് വന്നിട്ട് സ്ലൈഡാണ്. അപ്പോൾ അങ്ങനെ ടോട്ടൽ 6 പേരടങ്ങുന്ന ബാച്ചാണ്. അതിൽ ആ മാവോ പീച്ച് കംപ്ലൈൻ്റ് ആണ്. പിന്നെ മറ്റേത് ഫിഷറാണ്. അതുകൊണ്ട് തന്നെ എങ്ങനെ ചെയ്ത് അറിഞ്ഞുകൂടാത്തവരാണ് വാങ്ങുന്നതെങ്കിൽ അതുകൊണ്ടാണ് പറഞ്ഞു തരുന്നത്. നമുക്ക് ഫിഷർ ലവ് ബേർഡിനെ മറ്റേതായിട്ട് പെയർ ചെയ്യിക്കാൻ പാടില്ല. ബെറ്റർ